Hi friends, everyone design tips in പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഈ വീഡിയോയിൽ നമ്മൾ ഇല്ലുസ്ട്രേറ്ററിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ് നോക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ലാസോ ടൂൾ വരെയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ലാസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് പെൻ ടൂളിനെ കുറിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പെൻ ടൂളിൻ്റെ സബ് ടൂളുകളായിട്ട് മറ്റ് 3 ടൂളുകളോടെ ഞാൻ പെൻ ടൂളാണ് സെലക്ട് ചെയ്യുന്നത്. പെൻ ടൂളിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് P എന്ന ലെറ്ററാണ്. നമുക്ക് പെൻ ടൂൾ സെലക്ട് ചെയ്യാം. ഇവിടെ ഓപ്ഷൻ ബാറിനകത്ത് പെൻ ടൂളിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കിതെല്ലാം വർക്ക് ചെയ്ത് മനസ്സിലാക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് പെൻ ടൂൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഇല്ലുസ്ട്രേറ്ററിനകത്തും പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇമേജിനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇല്ലുസ്ട്രേറ്ററിനകത്ത് നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്യുന്നത് പാത്ത് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഫോഗ്രാഫിക് ഡിസൈനുകൾ, ഗ്രാഫിക്സ്, ടൈപ്പോഗ്രാഫി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിതുപോലെ ക്ലിക്ക് ചെയ്ത് പോയിന്റ് ആഡ് ചെയ്തുകൊണ്ടാണ് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ആങ്കർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ മൗസിൻ്റെ ബട്ടൺ റിലീസ് ചെയ്യാതെ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 2 ലൈൻ വരുന്നത്. ഇത് നമ്മൾ ഹാൻഡിൽ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു ഹാൻഡിലിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാത്തിൻ്റെ കർവിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ മൗസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ആങ്കർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ എവിടെയാണ് ഈ ഒരു പാത്ത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി നമുക്കിതിനെ കണക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ പാത്ത് സ്റ്റാർട്ട് ചെയ്തോടത്ത് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഷേപ്പിനകത്ത് ഓൾറെഡി തന്നെ കളർ ഫില്ലായിട്ടുണ്ട്. അതായത് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഫിൽ കളർ എന്ന് പറയുന്നത് ഗ്രേ കളറാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗ്രേ കളർ വന്നിരിക്കുന്നത്. അതുപോലെ സ്ട്രോക്ക് കളറായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഞാനിതിനൊന്ന് അൺഡു ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് Ctrl+Z യൂസ് ചെയ്യാം. ഈ ഒരു ആങ്കർ പോയിന്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആങ്കർ പോയിന്റ് നമ്മൾ കണക്റ്റഡ് ആയിട്ടില്ല, എങ്കിലും ഇതിനകത്ത് കളർ ഫില്ലായിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അൽഗോരിതം വെച്ചിട്ടാണ് ഇങ്ങനെ കളർ ഫില്ലാവുന്നത്. ഞാനിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പാത്തിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫിൽ കളറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻറ്റ് കളർ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ ബാറിനകത്ത് നമുക്ക് ഫിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോക്ക് കളർ കൊടുക്കാം. ഇനി അടുത്തായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോക്കിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ 15 പോയിൻ്റാണ് കിടക്കുന്നത്. നമുക്കിവിടെ ആരോയിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 7 പോയിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്ട്രോക്കിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടും സ്ട്രോക്കിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്തായിട്ട് വരുന്ന വേരിയബിൾ വിഡ്ത്ത് പ്രൊഫൈൽസ് ആണ്. ഇതിനകത്ത് കുറച്ച് പ്രീസെറ്റ് പ്രൊഫൈലുകളുണ്ട്. ഇത് നോക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു പാത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് കീ കൂടി പ്രസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് വിഡ്ത്ത് പ്രൊഫൈൽ നോക്കാം. ഇതിനകത്ത് കുറച്ച് പ്രീസെറ്റ് പ്രൊഫൈലുകളുണ്ട്. നമുക്കിതെല്ലാം അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഈ ഒരു പാത്ത് ആ ഒരു പ്രൊഫൈലിൻ്റെ സ്റ്റൈലിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത പ്രൊഫൈൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് പ്രൊഫൈലുകൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് തന്നെ ഇല്ലുസ്ട്രേറ്റർ തരുന്നുണ്ട്. നമ്മുടെ വർക്കിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഫൈലുകൾ യൂസ് ചെയ്യുക. നമുക്കിവിടെ നിന്ന് യൂണിഫോം സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് ബ്രഷ് ഡെഫിനിഷൻ ആണ്. ഇവിടെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 5 പോയിന്റ് റൗണ്ട്, അതുപോലെ 15 പോയിന്റ് റൗണ്ട്, ഈ ഒരു പ്രീസെറ്റുകളൊക്കെ കാണാം. ഇവയെല്ലാം നമ്മുടെ ഒരു പാത്തിൻ്റെ തിക്നെസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവയാണ്. നമുക്കിത് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാത്തിൻ്റെ 2 അറ്റവും റൗണ്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 5 പോയിന്റ് റൗണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പാത്തിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു കുറച്ച് പ്രീസെറ്റുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു ഫീൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വർക്കിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ അൺഡു ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒപ്പാസിറ്റി എന്ന ഓപ്ഷനാണ്. ഇത് ഒപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഈ ഒരു ഷേപ്പിന് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒപ്പാസിറ്റിയിൽ കുറച്ച് പ്രീസെറ്റായിട്ട് വാല്യൂസ് വന്നിട്ടുണ്ട്. നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തും സെലക്ട് ചെയ്യാവുന്നതാണ്.
അടുത്തായിട്ട് ഇവിടെ കുറച്ച് സ്റ്റൈൽസ് വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന കുറച്ച് പാറ്റേൺസും അതുപോലെ തന്നെ കുറച്ച് സ്റ്റൈൽസൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ വർക്കിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക. ഞാൻ ഓപ്പാസിറ്റി 100 തന്നെ കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ടുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗണിനകത്ത് 2 ഓപ്ഷൻസ് ആണുള്ളത്. നമ്മൾ ആദ്യത്തെ ഒരു ഓപ്ഷനാണ് നോക്കിയിരുന്നത്. അടുത്ത ഓപ്ഷനായിട്ടുള്ള അലൈൻ ടു ആർട്ട്ബോർഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുറച്ച് അലൈൻ ഓപ്ഷൻസ്. നമ്മൾ ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ആർട്ട്ബോർഡിനകത്തുള്ള ഒബ്ജക്റ്റിനോ അല്ലെങ്കിൽ ഷേപ്പിനൊക്കെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെലക്ട് ചെയ്തിട്ടുള്ള ഷേപ്പ് ഹൊറിസോണ്ടലായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ആയിട്ടുണ്ട്. അടുത്തായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആർട്ട്ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് ഇത് കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആർട്ട്ബോർഡിനകത്തുള്ള ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ ഷേപ്പുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെയൊക്കെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ പാത്തിനെ അതുപോലെ തന്നെ ഷേപ്പിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു സെൻറ്റർ അലൈൻ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു 2 ഷേപ്പുകളും ഈ ഒരു ആർട്ട്ബോർഡിൻ്റെ മിഡിലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബോട്ടം അലൈൻമെൻറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ആർട്ട്ബോർഡിൻ്റെ ഏറ്റവും താഴെയായിട്ട് അലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനുകളെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് മനസ്സിലാക്കുക. അടുത്തായിട്ട് വരുന്ന ഈ ഒരു വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പിനെ മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ് വാല്യൂ നമ്മൾ കുറച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് ലെഫ്റ്റിലോട്ട് അലൈൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റൈറ്റിലോട്ട് അലൈൻ ആവും. വൈ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ഷേപ്പിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വിഡ്ത്ത് കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മുകളിലേക്കുള്ള ആരോ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ആവുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പെൻ ടൂളിൻ്റെ ഓപ്ഷൻ ബാറിനകത്തുള്ള ഓപ്ഷനുകൾ എന്താണെന്ന് മനസ്സിലാക്കി. ഞാനിതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പെൻ ടൂൾ കൊണ്ട് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഹാൻഡിലിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ വീണ്ടും പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ആർട്ട്ബോർഡിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ മൗസിൻ്റെ ബട്ടൺ റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് ചെയ്യാതെ തന്നെ താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ കാണാം മുകളിലേക്കും താഴേക്കുമായിട്ട് ഹാൻഡിൽ വരുന്നത്. ഞാൻ ഈ ഒരു മൗസ് താഴേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ലെങ്ത്ത് കൂടി വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് ഏത് വശത്തേക്ക് വേണമെങ്കിലും ഈ ഒരു ഹാൻഡിലിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാനിവിടെ സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആങ്കർ പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ ഇത്രയും ലെങ്ത് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ അടുത്തൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൗസിൻ്റെ ബട്ടൺ റിലീസ് ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാത്ത് വന്നിരിക്കുന്ന കർവ്ഡ് ആയിട്ടാണ്. അതുപോലെ ഞാനൊരു ആങ്കർ പോയിന്റിനെ റിലീസ് ചെയ്യാതെ തന്നെ മൗസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ ഒരു ഹാൻഡിലിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ കർവ് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഹാൻഡിലിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ കർവ് കൂടി വരുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു ഹാൻഡിലിനെ ചെറുതാക്കുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ കർവ് കുറഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് തിരിക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ഹാൻഡിലിന് താഴേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കർവ് നേരെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കർവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു പാത്തിനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഷേപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. കർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു പെൻ ടൂളിൻ്റെ ഹാൻഡിൽ മൂവ് ചെയ്തുകൊണ്ട് ഈ ഒരു കർവിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇവിടെ കാണാം ഞാൻ ആ ഒരു പെൻ ടൂളിൻ്റെ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള കർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഞാനിവിടെ ആങ്കർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തപ്പം പാത്ത് കർവ്ഡ് ആയിട്ടാണ് വന്നത്. ഇങ്ങനെ പാത്ത് കർവ് ആകാൻ കാരണം ഹാൻഡിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാൻഡിലിനെ കട്ട് ചെയ്യണം. ഞാനിവിടെ അൺഡു ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ മുകളിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഹാൻഡിൽ നമുക്ക് കട്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ആൾട്ടിക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഹാൻഡിൽ കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പെൻ ടൂൾ കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഈ ഒരു ഫിൽ കളറിനെ ഡിസേബിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ആങ്കർ പോയിന്റിൽ നിന്ന് അടുത്ത ആങ്കർ പോയിന്റിലേക്ക് വന്നപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്യുന്നത് കർവായിട്ടുള്ള ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പെൻ ടൂളിൻ്റെ യൂസസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടൂൾ നോക്കാം.
അടുത്ത ടൂളായിട്ട് വരുന്നത് ആഡ് ആങ്കർ പോയിന്റ് ടൂളാണ്. ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഷേപ്പിനകത്ത് 4 ആങ്കർ പോയിന്റ് ആണുള്ളത്. നമുക്ക് ഈ ഒരു ഷേപ്പിനെ എഡിറ്റ് ചെയ്യണം, മറ്റേതെങ്കിലും രൂപത്തിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ആങ്കർ പോയിന്റ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എവിടെയാണോ ആങ്കർ പോയിന്റ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആങ്കർ പോയിന്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആങ്കർ പോയിന്റ് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷേപ്പിനകത്ത് നമുക്ക് എന്തെങ്കിലും രൂപമാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആങ്കർ പോയിന്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടൂളായിട്ടുള്ള ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ള ആഡ് ആങ്കർ പോയിന്റ് ടൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടൂളാണ്. അതായത് നമ്മുടെ ഈ ഒരു ഷേപ്പിനകത്തുള്ള ആങ്കർ പോയിന്റ് നമുക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ ഈ ഒരു ആങ്കർ പോയിന്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആങ്കർ പോയിന്റ് ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഷേപ്പിൻ്റെ രൂപത്തിൽ മാറ്റവും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷേപ്പിനകത്ത് നമുക്ക് ആങ്കർ പോയിന്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടൂൾ നോക്കാം. അടുത്ത ടൂളായിട്ട് വരുന്ന കൺവേർട്ട് ആങ്കർ പോയിന്റ് ടൂളാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആങ്കർ പോയിന്റ് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം പെൻ ടൂൾ കൊണ്ട് നമ്മൾ പാത്ത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷേപ്പിനകത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആങ്കർ പോയിന്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഈ വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.